ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെറി സോൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻറ്റ്സ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഷാർജയിലല്ല യു എയിൽ തന്നെ ഏറ്റവും വലിയ നഴ്സറിയാണ്, ഒരു പ്ലാന്റ്സിൻ്റെ നഴ്സറിയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഷാർജ അൽജദയിലാണുള്ളത്. അൽജദയുടെ അറാദ പ്രോപ്പർട്ടീസ് എല്ലാവർക്കും അറിയില്ല. അപ്പോൾ ഷാർജയിലെ അൽജദയിലോട്ട് വന്നാൽ മതി. അവിടെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിട്ട് എവിടെയാണ് ഇതിൻ്റെ പിന്നെ ലൊക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും പറഞ്ഞു തരും. അപ്പോൾ ഇവിടെ വരുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം പ്രീ ബുക്കിംഗ് ചെയ്യണം. ഷാർജ ഷജർ നഴ്സറി എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, ഷജർ നഴ്സറി ബൈ അറാദ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷനിലെത്തും. ഇവിടെ ആദ്യം വന്നിട്ട് പ്രീ ബുക്കിംഗ് ചെയ്യണം. അവരുടെ സൈറ്റിൽ കയറി പ്രീ ബുക്കിംഗ് ചെയ്തിട്ടാണ് ഞങ്ങളോട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം ഒരു ഗൈഡ് പോലെ ടൂറിനൊരു ഗൈഡ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ, അവർ വന്നിട്ട് നമ്മളെ പരിചയപ്പെടും. എന്നിട്ട് അവരെ നമ്മൾ ടൂറിന് കൊണ്ടുപോകും. അതായത് ഒരു ടൂറാണ്, ഒരു നഴ്സറി ടൂറാണ് ഇവിടെ കാണിക്കുന്നത് അവർ നമുക്കപ്പോൾ നമ്മൾ ആ ഗൈഡ് വന്നിട്ട് നമ്മളെ കൊണ്ടുപോയി അങ്ങനെ നമ്മൾ അവരെ വണ്ടിയിൽ കയറി കൊണ്ടുപോവുകയാണ്. ഇതെന്ന് പറയുന്നത് 1.6 മില്യൺ സ്ക്വയർ ഫീറ്റിലാണ് അവർ ഈ നഴ്സറി വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ 1,30,000 1,30,000 ട്രീസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരുപാട് നമുക്ക് കാണാനുണ്ട്. നമുക്ക് ഫ്രീ എൻട്രി ആണ്. അത് ഫസ്റ്റ് തന്നെ പറയണല്ലോ, ഫ്രീ എൻട്രി ആണ്. ജസ്റ്റ് ഇവരെ ഷജർ നഴ്സറി എന്ന് പറഞ്ഞ സൈറ്റിൽ കയറിയിട്ട് ബുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അവിടെ ബുക്കിംഗ് ചെയ്യുക, അവർ നമുക്കൊരു സ്ലോട്ട് തരും. ആ സ്ലോട്ടിൻ്റെ ടൈമിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ടു ഉച്ച ടു വൈകുന്നേരം 5:30 വരെ ഉള്ളൂ. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മണിക്കൂറത്തെ ഒരു റൈഡാണുള്ളത്. ഓക്കെ, ഇവരെ വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മളെല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാം പറഞ്ഞു തരും. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എല്ലാം നമുക്ക് കാണിച്ചു തരും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഫാമിലി ആയിട്ട് വന്നിട്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ കുട്ടികളുമായി വന്നിട്ട് ഇത് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കണം. ഒരു എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെ. അത്രയും വലിയ നഴ്സറിയാണ്, യു എയിൽ തന്നെ ഏറ്റവും വലിയ നഴ്സറിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ വണ്ടിയിൽ കയറി നമ്മൾ അവരുടെ പ്രൊഡക്ഷൻ്റെ ഏരിയയിലോട്ട് കൊണ്ടുപോവാണ്. ഓക്കെ, ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് അവിടെയാണല്ലോ, പ്രൊഡക്ഷൻ്റെ ഏരിയയിലാണ് സ്റ്റാർട്ടിങ് സ്റ്റേജ്. ദാറ്റ് മീൻസ് ഇവിടെയാണ് ഇവർ സീഡിങ്സ് വിത്തുകളെല്ലാം കുഴിച്ചിടുന്ന സംഭവം ഈ ഏരിയയിലാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് അവർ വിത്തും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ജാസ്മിൻ്റെയും പിന്നെ വേറൊരു ആൽമണ്ട്സ് ബദാമിൻ്റെയും ഈ വിത്തൊക്കെ നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഇതിൻ്റെ ബഡ്ഡിങ് സ്റ്റേജാണ്. ഇവിടെയാണ് ഇവർ സീഡിങ്സ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ പ്രൊഡക്ഷൻ ഏരിയയാണ് ഈ കാണുന്നത്. അത് നല്ല കവർ ചെയ്തിട്ട് നല്ല ചെറിയതായ രീതിയിൽ തണുപ്പൊക്കെ ഉണ്ട്. അതായത് ഇതിൻ്റെ ഒരു പ്രിലിമിനറി സ്റ്റേജ് ആണല്ലോ. അപ്പോൾ ഇവർക്ക് അത്രയും ഡയറക്റ്റായിട്ട് സൺലൈറ്റ് ഒന്നും കൊള്ളാൻ പറ്റില്ല, അതിനുള്ള പ്രായമായിട്ടില്ല ഇവർക്ക്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ പ്രൊഡക്ഷൻ ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ചെന്നിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതിൻ്റെ സീഡും കാര്യങ്ങളും അത് ഇവിടുത്തെ മുല്ലപ്പൂ ഒക്കെ കാണിച്ചു തന്നു. അത് നമ്മൾ സാധാ മുല്ലപ്പൂ പോലെ അല്ല കേട്ടോ. ഓക്കെ, പിന്നെ പ്രൊഡക്ഷൻ ഏരിയയിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഈ ഏരിയയിലോട്ട് നമ്മൾ കടന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളുടെ 6 മാസം മുതൽ 1 ഇയർ വരെയുള്ള ചെടികളാണ് ഈ ഏരിയയിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഷെയ്ഡിൽ വെക്കും. കുറച്ച് കാലം ഈ ചെടികൾ ഇങ്ങനെ ഷെയ്ഡിൽ കവർ ചെയ്ത് വെക്കും. ബിക്കോസ് പുറത്തുള്ള ഔട്ട് സൈഡത്തെ വെതർ അവർക്ക് സഹിക്കാൻ പറ്റില്ല. അവർക്കത് മെയിൻറ്റെയിൻ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ചെടികൾക്ക് പറ്റില്ല. അപ്പോൾ അത് കാരണം 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള ചെടികൾ അവർ ഈ ഷെയ്ഡിൽ വെച്ചിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതിലും കുറച്ച് വലിയ ചെടികളുടെ ഭാഗത്തോട്ടാണ്. പിന്നെ ഇത് കാണുന്നതൊക്കെ നമ്മുടെ നീമാണ്, കഴിക്കുന്ന വേപ്പില എന്ന് പറയില്ല, അതാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവരെ ഈ പുറത്തോട്ട് കിടക്കുകയാണ്. ഇപ്പം നിങ്ങൾ സൈഡിൽ കാണുന്നത് മുഴുവൻ ഹൈബിസ്കസ് ആണ് കേട്ടോ. ചെമ്പരത്തിയാണ് കാണുന്നത്. അങ്ങനെ ഒരുപാട് ഫസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ്, പിന്നെയും കുറച്ച് കാലം 6 മന്ത്സ് മുതൽ 1 വയസ്സ് വരെ അവർ ഷെയ്ഡിൽ വെക്കും. പിന്നെ നമ്മളിങ്ങനെ പുറത്തോട്ട് കൊണ്ടുപോകുന്നു. പിന്നെയൊക്കെ ഇത് ചെറിയ മരങ്ങൾ കുറേ കാണുന്നുണ്ട്. ഇതൊക്കെ ഫൈക്കസ് ട്രീസ് എന്നാണ് അവർ പറഞ്ഞത്. ഒരുപാട് ട്രീസ് ഉണ്ട് കേട്ടോ. എനിക്ക് മുഴുവൻ ഇതൊക്കെ കാണുന്നതൊക്കെ നീം ട്രീസാണ്. ഒരുപാട് ട്രീസിൻ്റെ പേര് അവർ പറഞ്ഞു, അവർ ബൊട്ടാനിക്കൽ നെയിമൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കതും എക്സാക്ട്ലി എല്ലാം ഓർമ്മയില്ല. അക്കാസിയ എന്ന് പറഞ്ഞ ട്രീ ആണ് കാണുന്നത്. ഈ അക്കാസിയ ട്രീ കൊണ്ടുവരുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. അങ്ങനെ കുറച്ചൊക്കെ ഓർമ്മയുള്ള ട്രീസിൻ്റെ പേര് ഞാനിവിടെ പറയുന്നുണ്ട്. മുഴുവൻ ട്രീസിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. ഇതും ഷെയ്ഡിൽ വെച്ച ട്രീസ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇത് ഉയരും തോറും, ഈ ഷെയ്ഡിലുള്ള ട്രീസ് ഉയരും തോറും അവരെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി ഷെയ്ഡാക്കി നിർത്തും. അങ്ങനെ കുറച്ച് കാലം ഒരു 1 ഇയർ മുതൽ 2 ഇയർ വരെയുള്ള ഇതിനൊക്കെ ഇതേപോലെ അവർ ഷെയ്ഡിൽ സൺലൈറ്റ് ഡയറക്റ്റ് കൊള്ളാതെ ഷെയ്ഡിൽ വെക്കും. ചിലതിനെ ഇങ്ങനെ ഷെയ്ഡിൽ വെച്ചിട്ട് ചട്ടിയിലാക്കിയിട്ട് ഷെയ്ഡിൽ വെച്ചിട്ട് ഇവർ എന്ത് ചെയ്യും, അതിനെ തന്നെ
മണ്ണിലും കുഴിച്ചിടും. ഈ കാണുന്നത് ഇന്ത്യാന ആൽമണ്ട് എന്നാണ് അവർ പറയുന്നത്, നമ്മുടെ ഇന്ത്യയിലുള്ള ബദാം ആൽമണ്ട്സ്. ഓക്കെ, അതാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ഇയറിനൊക്കെ ശേഷം ഇവരെ നമ്മൾ 1 ഇയറിന് ശേഷം ഇവരെ പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഏരിയയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഡയറക്റ്റ് സൺലൈറ്റൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെച്ച ട്രീസാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ അപ് ടു 1 ഇയർ വരെ തന്നെയാണ് ചില ട്രീസിന് അവർ ഷെയ്ഡിൽ വെക്കുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ചില ട്രീസൊക്കെ കാണുമ്പോൾ ഒരേപോലെ തോന്നും, നീം, അക്കാസി, അങ്ങനെ കുറേ ബൊട്ടാണിക്കൽ നെയിംസൊക്കെ ഉണ്ട്. എല്ലാം എനിക്ക് ഓർമ്മയില്ല. ഇതൊക്കെ ഓരോ ഏരിയാസാണ്. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രീ ഒരു ഫ്രൂട്ടിൻ്റെ ട്രീ ആണ്, പേര് പറഞ്ഞു ഓർമ്മയില്ല. പിന്നെ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിന്നെ ഇതിൻ്റെ പാത്രത്തിലാക്കിയിട്ട് ഈ പാത്രം തന്നെ മണ്ണിൽ കുഴിച്ചിടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ടെമ്പറേച്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചില ട്രീസിന് അങ്ങനെ വേണം. അപ്പോൾ അങ്ങനെ ഓക്കെ, ഇതൊക്കെ ഒരു വാസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ 1.6 എത്രയോ മില്യൺ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ഈ ഷാർജ ഈ ഷജർ നഴ്സറി തുടങ്ങിയിട്ട് ആകെ 3 വർഷമായിട്ടുള്ളൂ. അപ്പോൾ 3 വർഷത്തിൽ കൂടുതലുള്ള ഏറ്റവും ഉയരുള്ള ട്രീസ് ഉണ്ടല്ലോ, അതൊന്നും ഇവിടുത്തെ ട്രീസ് അല്ല, ഇവിടെ ഉണ്ടാക്കിയ ട്രീസ് അല്ല. അതൊക്കെ അവർ വെളിയിൽ നിന്ന് കൺട്രിയിൽ നിന്ന് കൊണ്ടുവന്ന ട്രീസാണ്. അതാണ് അവർ പറയുന്നത്. 3 വയസ്സിന് മുകളിലുള്ള ട്രീസ് എല്ലാം അവർ പുറത്തുനിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആക്കിയതാണ്, വേറെ കൺട്രീസിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആക്കിയതാണ്. എനിക്ക് 3 വയസ്സ് പ്രായമുള്ള ട്രീസ് മാത്രമേ ഷജർ നഴ്സറിയുടെ ഉള്ളൂ. ബിക്കോസ് ഷജർ നഴ്സറി തുടങ്ങിയിട്ട് 3 വർഷമായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ സൈറ്റിൽ പോയിട്ട് എന്തായാലും ഷജർ നഴ്സറി ഷാർജ എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ലൊക്കേഷനിലെത്തും. അതിൽ നിങ്ങൾക്ക് ടൂറ് ബുക്ക് ചെയ്യാനുള്ള അപ്പോയിൻമെൻറ്റും കിട്ടും. അവരെ വിളിച്ചും സംസാരിക്കാം. ഓക്കെ, അപ്പം കുക്കർപ്പസ് എന്ന് പറഞ്ഞ ട്രീ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ട്രീ ഇവിടെ UAE ഉണ്ടാക്കാൻ അനുമതിയില്ല. അത് സൗദിയിൽ നിന്നാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ചില ട്രീസൊക്കെ മോർ ദാൻ 15 ഇയേഴ്സിൻ്റെ ട്രീസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ കുറേ ഞാൻ ഓർത്തെടുത്ത് പറയുകയാണ്, കുറേ കാര്യങ്ങൾ നമ്മുടെ കൂടെയുള്ള ടൂർ ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ടൂർ ഗൈഡ് ഒരു ലേഡി ആയിരുന്നു, അവർ ഫ്രം ടുണീഷ്യ. ഓക്കെ, അങ്ങനെയായിരുന്നു. നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന ഗൈഡ് തന്നെയാണ് നമ്മളെ ഇതൊക്കെ കൊണ്ടുപോയി കാണിച്ചു തരിക. പക്ഷേ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടികളെ കാണിക്കേണ്ട ഒരു കാര്യം തന്നെ. ഇത്രയും ഗ്രീനറിയും ഇത്രയും കാം ആൻഡ് ക്വയറ്റ് പ്ലേസും പക്ഷികളുടെ സൗണ്ടും അവരുടെ ആ എങ്ങനെ ഒരു ട്രീ ഉണ്ടാക്കുന്നു മുതലുള്ള എല്ലാ സ്റ്റേജും ഇവിടെ നമുക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരും. 1 അവറിൻ്റെ ആവശ്യമുള്ളൂ. പലവരും അൽജദയിൽ വന്നിട്ട് ഇങ്ങനെ പുറത്ത് പാർക്കിലൊക്കെ കളിച്ച് പോകും. പക്ഷേ ഇങ്ങനെ ഒരു ഏരിയ പലർക്കും അറിയില്ല. ഇതെന്തായാലും മസ്റ്റ് വിസിറ്റ് ഏരിയയാണ്. ഇതിന്ന് ഒരു ഫ്രൂട്ടാണ്. ഈ ഫ്രൂട്ടിൻ്റെ റെഡ് കളർ ആയി കഴിഞ്ഞാൽ തൊലിച്ചിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ റെഡ് കളർ ഫ്രൂട്ട് തൊലിച്ച് നോക്കി. അപ്പോൾ അതിൻ്റെ തൊലിച്ച് കഴിഞ്ഞിട്ട് ഒരു വെള്ള കളറാവും, ഒരു വെള്ള കളർ വരും അതിൻ്റെ ഉള്ളിൽ. ആ ഭാഗം നമുക്ക് കഴിക്കാം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിൽ ഫ്രൂട്ട് റെഡ് കളർ ആയിട്ടുണ്ട്. അത് തൊലിച്ചൊരു വെള്ള കളർ വന്നിട്ടില്ല. വെള്ള കളർ വന്നു കഴിഞ്ഞാൽ അത് കഴിക്കുക എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വെള്ള കളർ സംഭവം വേറെ ഒന്നും അവിടുന്ന് കിട്ടി. പക്ഷേ പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും തോന്നിയില്ല എനിക്ക്. അങ്ങനെ അവിടുന്ന് അത് കഴിഞ്ഞു. ഫുൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നിട്ട് ഇതാക്കാനൊന്നും സമ്മതിക്കില്ല. വണ്ടിയിൽ ഇങ്ങനെ പോണ വഴിയിൽ അവരെല്ലാ കാര്യങ്ങളും നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. കുറേ ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്ന നീം ട്രീസും പിന്നെ ഗാഫ് ട്രീസ് അറിയാലോ, ഇറ്റ്സ് എ നാഷണൽ ട്രീ ഓഫ് UAE. ഗാഫ് ട്രീ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്, ഗാഫ് ട്രീ. അപ്പോൾ നീം ട്രീയും ഗാഫ് ട്രീയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എന്താ പറയുക ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇത്ര നന്നായിട്ട് ഇത് ഉണ്ടാവുന്നത്. ഇവരെ അടുത്ത പ്രൊജക്റ്റ് പറഞ്ഞാൽ അർമാനി ദുബായിലാണ്. ഇത് ഈ ട്രീ കണ്ടോ, ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് ട്രീ പോലെ ഉണ്ട്. അർമാനി ദുബായിൽ ഇവിടെ അടുത്ത പ്രൊജക്റ്റ് ഉണ്ട്. പിന്നെ ഇവരെ വലുതായ ട്രീസൊക്കെ ഇവർ ഓരോ പ്രൊജക്ട്സിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകും. ട്രീസ് വലുതായി കഴിഞ്ഞാൽ ഓരോ വില്ല പ്രൊജക്ട്സിൻ്റെ ഏരിയാസൊക്കെ ഉണ്ടാവില്ലേ, അൽജദ, മസാർ, അറാദ, അവിടേക്കൊക്കെ ഈ ട്രീസ് ഇവർ ഷിഫ്റ്റ് ആക്കും. അങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഇവരെ വർക്ക്ഷോപ്പിലോട്ടാണ്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു ട്രീ ഇവിടെ ഒരു സീഡ് ഇവിടെ നട്ടിട്ട് വേണം പോകാൻ. അത് ഇവിടെ നിർബന്ധമാണ്. നമ്മുടെ പേരും ഇതൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരിവിടെ മണ്ണിൽ ഇത് കുഴിച്ചിടാനുള്ള സൗകര്യം ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കും ആർക്കായാലും എത്ര പേര് വന്നോ അത്ര പേരും അവിടെ പേരൊക്കെ എഴുതി വെച്ച് ഏത് ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് അവിടെ പോട്ടിംഗ് സോയിലൊക്കെ ഉണ്ടാകും, വെള്ളമൊഴിക്കാനുള്ളത് ഉണ്ടാകും. അപ്പോൾ ഒരു ഇതെടുക്കുക, ഒരു പോട്ട് എടുക്കുക, അതിൽ മണ്ണിട്ടതിന് ശേഷം നമ്മളതിൽ ചെറിയ ഹോളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൽ സീഡ് ഇടുക. ഇതാണ് പ്രോസസ്സ്. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് നമ്മൾ വെറുതെ കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാതെ ചോദിക്കും. നിർബന്ധമായിട്ട് അത് ചെയ്യണം. നമ്മുടെ പേരും എന്ന് നമ്മൾ പ്ലാൻ ചെയ്തു എന്നുള്ളത് പോലും അവരവിടെ എഴുതി വെക്കും. അവർ പറയണത് നിങ്ങൾക്ക്
1 മാസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വന്ന് നോക്കാം. നമ്മുടെ ഒരു നമ്പറുണ്ട്, നമ്മൾ ഓരോരുത്തർക്കും ഓരോ നമ്പറുണ്ട്. ആ നമ്പർ അവർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതുപോലെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ വന്നിട്ട് നമ്മൾ കുഴിച്ചിട്ട ചെടി എത്രത്തോളം വളർന്നു എന്നുള്ളത് അപ് ടു 6 ഇയേഴ്സ് വരെ നമ്മൾ കുഴിച്ചിട്ട് വളർന്ന ചെടീനെ അവർ 6 വർഷം എത്രയോ വർഷം അവരിവിടെ വെക്കും. 6 ഇയേഴ്സോ അതോ 5 ഇയേഴ്സെന്ന് ഓർമ്മയില്ല, പറഞ്ഞത് എക്സാക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അത്ര വർഷം അവിടെ വയ്ക്കും. അത്ര വർഷത്തോളം നമുക്ക് ഈ ട്രീൻ്റെ ഗ്രോത്ത് ഇവിടെ വന്ന് കാണാം. ആ നമ്പർ, നമ്മൾ കുഴിച്ചിട്ട ചെടിയുടെ നമ്പർ നമുക്ക് ഓർമ്മ വേണം. അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ട്രീസ് ഇതുപോലെ കുഴിച്ചിടാം. നമ്മുടെ പേരിലൊരു ട്രീ ഇവിടെ കുഴിച്ചിടാം. അപ്പോൾ അത് നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുവരിക, നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇത്രയും സൗകര്യം, ഇത്രയും നല്ലൊരു അടിപൊളി നഴ്സറി ഈ ഷാർജയിലുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. കാണാൻ താല്പര്യമുള്ളവർ ഷജർ നഴ്സറി എന്ന് അടിച്ചു കൊടുത്ത ലൊക്കേഷനിൽ വരിക. ലൊക്കേഷനിൽ വന്നാൽ പോരാ, ആദ്യം പ്രീ ബുക്കിംഗ് ചെയ്യണം നിങ്ങളുടെ ടൂറിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാ ഞങ്ങളുടെ പേരൊക്കെ എഴുതി വെച്ചു. എന്നിട്ട് ആ ടാഗ് നമ്മുടെ ആ ചെടിയുടെ മുകളിൽ, ആ പോട്ടിൻ്റെ മുകളിൽ അവർ ടൈ ചെയ്ത് വെക്കും. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ നമ്പറൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പേരും നമ്പറും ഡേറ്റൊക്കെ ഉണ്ടാകും. അവരുടെ ലെഡ്ജറിൽ നമ്മുടെ പേരിൻ്റെ അവിടെ ഒരു നമ്പർ ഉണ്ടാകും. ആ നമ്പർ വന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മുടെ ചെടി എത്ര വളർന്നു എന്ന് കാണാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എവരി മന്ത് വൺസ് വന്നിട്ടൊന്ന് കാണാമല്ലോ നമ്മുടെ ചെടി എത്ര വലുതായി എന്നുള്ളത്. അങ്ങനെ അപ്പോൾ നമ്മുടെ ടൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് അവർ പുറത്തേക്ക് വന്നൊരു ഗിഫ്റ്റ് തരും. ഇതാണ് തന്ന ഗിഫ്റ്റ്. ഇതൊരു പേപ്പറാണ്. ആ പേപ്പറിൻ്റെ ഉള്ളിൽ സീഡുണ്ട്. ഈ സീഡ് മണ്ണിൽ കുഴിച്ചിട്ട് വെള്ളമൊഴിക്കുക. അപ്പോൾ അതിന്ന് സീഡ് മുളച്ച് ഇതായിട്ട് ചെടിയായിട്ട് വരും. അതാണ് ഇവർ നമുക്ക് തരുന്ന ഗിഫ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ചെടികൾ, ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു ഇൻഡോർ പ്ലാന്റ് വാങ്ങുകയാണ്. പിന്നെ അതിന് പൈസ കൊടുക്കണം. ഓക്കെ, അപ്പോൾ പൈസ കൊടുത്തിട്ട് നമ്മളൊരു ഇൻഡോർ പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ടൂറ്. തീർച്ചയായിട്ടും എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. നിങ്ങൾ കുട്ടികളുമായിട്ട് വരിക. അറിയാത്തവർക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബും ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യുക. ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ, ഉറപ്പാണ്, ഇൻഷാ അല്ലാ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.